എമ്പുരാൻ മലയാള സിനിമേന്റെ ചരിത്രം മാറ്റുന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ചരിത്രം മാറ്റുന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മൾ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം കാണുന്ന വിവാദങ്ങള് ഇത്ര കാലത്തെ മലയാള സിനിമയില് നമ്മൾ ആരും ഇങ്ങനെ കണ്ടിട്ടില്ല. നോർമലി നമ്മൾ ഇങ്ങനെ കണ്ടേക്കുന്നത് തമിഴ് സിനിമ, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഇങ്ങനെയുള്ള സിനിമകളാണ്. സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള കോൺട്രവേഴ്സീസ്, ഇറങ്ങുന്നതിന് മുമ്പുള്ള ഹൈ പ്രൊമോഷൻസ്, ഇതൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി അങ്ങനെയുള്ള സിനിമകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സിനിമയിൽ എമ്പുരാനിൽ ശരിക്കും ഹീറോ എന്ന് പറയുന്നത് മോഹൻലാലോ പൃഥ്വിരാജോ ആരുമല്ല, മുരളി ഗോപിയാണ്. മുരളി ഗോപിക്ക് അറിയാം ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന്. മുരളി ഗോപിക്ക് മുൻകൂട്ടി അറിയാവുന്നതാണ്. ലൂസിഫറിന് മുരളി ഗോപി പറഞ്ഞത് കേരളത്തിലോട്ട് ഒഴുകുന്ന മയക്കുമരുന്ന്, ഡ്രഗ്സ് ഇതൊക്കെ എങ്ങനെയാണ് കേരളത്തിലോട്ട് ഭയങ്കര സുലഭമാവും എന്നുള്ള രീതിയിലാണ് മുരളി ഗോപി പറഞ്ഞത്. അതൊരു 3-4 വർഷത്തിന് ശേഷം നമ്മൾ എല്ലാവരും കണ്ടു കേരളത്തിൽ എങ്ങനെയാണ് ലഹരിയുടെ ഉപയോഗം. എമ്പുരാനിൽ എല്ലാവർക്കും അറിയുന്ന പോലത്തെ ഗുജറാത്തിലത്തെ ഒരു പ്രശ്നം കാണിക്കുന്നു. ആ പ്രശ്നത്തിന് ശേഷം എന്താണ് ഇവിടെ ഇന്ത്യയിൽ നടന്നതെന്നുള്ള രീതിയിൽ എമ്പുരാനിൽ കാണിക്കുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ സെൻട്രൽ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ വരാൻ പോകുന്നതെന്നുള്ള രീതിയിൽ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എമ്പുരാനിൽ പടം ഇറങ്ങുന്നതിന് മുമ്പേ മുരളി ഗോപിക്ക് അറിയാം ഇതൊക്കെയാണ് ഇനി ഇവിടെ നടക്കാൻ പോണത്. പടം ഇറങ്ങിയതിന് ശേഷവും അതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നത്.